സുഹൃത്തുക്കളെ, വല്ലാത്ത വാർത്ത ഓൺ ഫോക്കസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഞാൻ നിങ്ങളുടെ ചന്ദ്രമോഹൻ കൂത്തപ്പള്ളി. ഇന്ന് 2026 ഫെബ്രുവരി 21 ശനിയാഴ്ച. തലക്കെട്ട് നിങ്ങൾ പതിപോലെ ശ്രദ്ധിച്ചു കാണുമെന്ന് കരുതുന്നു. നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അയ്യപ്പ പണിക്കരുടെ മോഷണം എന്നൊരു കവിതയുണ്ട്. ഈ കവിതയിൽ ഒരു കള്ളൻ്റെ കഥയാണ് പറയുന്നത്. മോഷ്ടാക്കൾ മോഷ്ടിക്കും, കള്ളന്മാർ കക്കും. സത്യം പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ മോഷണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം അല്പം കുറയും, കാഠിന്യം അല്പം കുറയും എന്നാണ് ഇതിലെ നായകനായ മോഷ്ടാവ് വിചാരിക്കുന്നത്. അദ്ദേഹം സാധാരണ മോഷ്ടിക്കുന്നത് ഭക്ഷണം, തുണി തുടങ്ങിയവയാണ്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ വളരെ നിഷ്കളങ്കതയോടുകൂടി ചോദിക്കുന്നുണ്ട്, വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ നിങ്ങളെന്ന്. വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന്. രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും മോഷ്ടാവ് എന്ന് പറയുമ്പോൾ വലിയ കുഴപ്പമില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനോഗതം. ഈ മനോഗതം ഉള്ള ചില സംഭവങ്ങൾ ഇന്ന് അരങ്ങേറിയിട്ടുണ്ട് നമ്മുടെ സാമൂഹ്യ മണ്ഡലത്തിൽ. അവ എന്താണെന്നാണ് നാം പതുക്കെ തുടർന്ന് നോക്കുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും അനാസ്ഥയുടെ കയ്യബദ്ധങ്ങളുടെയും അനാസ്ഥകളുടെയും കൂത്തരങ്ങാവുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈയിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 5 വർഷം മുമ്പ് ശസ്ത്രക്രിയക്ക് വിധേയയായ ഉഷ ജോസഫ് എന്ന 51കാരിയുടെ വയറ്റിൽ നിന്നും കത്രിക കണ്ടെത്തിയ സംഭവം. 5 വർഷം മുമ്പ് നടന്നതാണ് ആ സംഭവം. ഓരോ പരാതികൾ ഉയരുമ്പോഴും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, കുറ്റക്കാർ ഉടനടി അറസ്റ്റിലാവും, സമിതിയെ നിയോഗിച്ചു എന്ന് പതിവ് പല്ലവികൾ മാത്രമാണ് ആരോഗ്യമന്ത്രി. 10 വർഷമായിട്ട് ഒരു ആരോഗ്യമന്ത്രിയാണ്. ആദ്യം ശൈലജ ടീച്ചറായിരുന്നു, പിന്നെ ഇപ്പോൾ വീണ ജോർജ് ആണ് ഉള്ളത്. രണ്ടുപേരും ഒരേ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നു, LDF. ഈ പല്ലവികൾ മാത്രമാണ് ഇവർക്കെന്നും ആവർത്തിക്കാൻ ഉള്ളത്. ആവർത്തിക്കാർ പതിവും അത് തന്നെ. ആരോപണ വിധേയരുടെ സഹപ്രവർത്തകർ തന്നെയാകും ഈ അന്വേഷണ കമ്മീഷൻ എന്നുള്ള ആ സംഘത്തിൽ ഉണ്ടാവുക. അപ്പോൾ അവർ വളരെ വിചിത്രവും എന്നൊരു വിചിത്ര കാര്യം കൂടി ഈ സംഭവത്തിലുണ്ട്. ഇവരുടെ സഹപ്രവർത്തകർ തന്നെ അന്വേഷണ കമ്മീഷനായി വരുമ്പോൾ എന്തായിരിക്കും അന്വേഷണത്തിൻ്റെ കമ്മീഷൻ്റെ കണ്ടെത്തലെന്ന് നമുക്കിപ്പോഴേ തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. 2017 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെ കോഴിക്കോട് താമരശ്ശേരി സ്വദേശിനി ഹർഷീനയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചത്. 5 വർഷത്തെ ദുരിതവേദനക്കൊടുവിലാണ് വയറ്റിനുള്ളിലെ കത്രികയാണ് കാരണമെന്ന് കണ്ടെത്തിയത്. സെക്രട്ടേറിയറ്റ് പഠിക്കൽ വരെ നീതിക്കായി ആ വനിത എത്തിയെങ്കിലും ആരോഗ്യവകുപ്പ് ഇന്നും കണ്ണടച്ചിരിക്കുകയാണ് എന്നുള്ള വസ്തുത നാം ഓർമ്മിക്കണം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ 2021 മാർച്ചിൽ നടത്തിയ ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ കാട്ടക്കട സ്വദേശിനിയായ സുമയ്യ ആരോഗ്യവകുപ്പിനെതിരെ നിയമ നടപടികളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കീഹോൾ ശസ്ത്രക്രിയ വഴി ഗൈഡ് വയർ നീക്കം ചെയ്യാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനാൽ അതും പേറിയാണ് സാധു സുമയ്യയുടെ ജീവിതം. ഗൈഡ് വയർ എടുത്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് വിദഗ്ധരായ സർക്കാർ ഡോക്ടർമാർ ഇപ്പോൾ പറഞ്ഞ് കൈ കഴുകുന്നത്. പാലക്കാട് പല്ലശന ഒഴിവുപാറ സ്വദേശി വിനോദിനി എന്ന 9 വയസ്സുള്ള കുഞ്ഞിൻ്റെ ഒരു കൈ മുറിച്ചു മാറ്റിയതും ഇതേ സിസ്റ്റം തന്നെയാണ്. നമ്മുടെ വീണ ജോർജ് എപ്പോഴും പറയുന്ന ആ സിസ്റ്റം. കളിക്കുന്നതിനിടെ വീണു പരിക്കേറ്റ കുട്ടിയുടെ കയ്യിൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടറാണ് പ്ലാസ്റ്റർ ഇട്ടത്. പഴുപ്പ് വ്യാപിച്ചതോടെ അവർ കൈയൊഴിഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് കുഞ്ഞിൻ്റെ കൈ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റുകയായിരുന്നു.
ആരോഗ്യവകുപ്പ് തിരിഞ്ഞ് നോക്കാത്തതിനാൽ താൻ ഇടപെട്ടാണ് കൃത്രിമ കൈ വെച്ച് പിടിപ്പിച്ചതെന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ വ്യക്തമാക്കിയ കാര്യം നാം ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. വയനാട് മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച യുവതിയുടെ ശരീരത്തിൽ നിന്ന് 75 ദിവസത്തിനു ശേഷം തുണിയുടെ കഷ്ണം പുറത്തു വന്ന സംഭവം കഴിഞ്ഞ മാസമായിരുന്നു. മാനന്തവാടി എടവക പാണ്ടിക്കടവ് സ്വദേശിനി ദേവിയാണ് ആ ദുരിതം ആരോഗ്യവകുപ്പിന് മുമ്പിൽ കണ്ണീരോടെ പറഞ്ഞത്. 2023 ഫെബ്രുവരിയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ വെരിക്കോസ് വെയിൻ ചികിത്സക്കെത്തിയ പെരിയ സ്വദേശി ഹാഷിമിന് നഷ്ടമായത് ചലനശേഷിയും സർക്കാർ ജോലിയുമാണ്. വലതുകാലിലെ ഞരമ്പിന് പകരം മറ്റൊരു ഞരമ്പ് മുറിച്ചു മാറ്റിയാണ് ഡോക്ടർമാർ തങ്ങളുടെ വൈദ്യശാസ്ത്രത്തിലെ വൈദഗ്ധ്യം തെളിയിച്ചത്. കോന്നി മെഡിക്കൽ കോളേജിൽ കൈയൊടിഞ്ഞതിനെ തുടർന്ന് പ്ലാസ്റ്റർ ഇട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈ വളഞ്ഞുപോയെന്ന് ആരോപിച്ച് രക്ഷിതാക്കൾ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. അരുവാപ്പുലം സ്വദേശി ഷാജഹാന്റെ മകൻ തൻസീറിനുണ്ടായ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി ആരോഗ്യവകുപ്പിനെ സമീപിച്ചെങ്കിലും ഫിസിയോതെറാപ്പി ചെയ്താൽ മാറാവുന്നതേയുള്ളൂ എന്നാണ് അവരും വിദഗ്ധ അഭിപ്രായമായി പറഞ്ഞിട്ട്. ശസ്ത്രക്രിയ സമയത്ത് ഏതൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നെന്ന് നോക്കേണ്ട സ്ക്രൈബ് നേഴ്സ് എപ്പോഴും സംഘത്തിലുണ്ടാവണം. ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് ആ ഉപകരണങ്ങളുടെ പേരുകൾ അവരൊരു ബോർഡിൽ എഴുതി വെക്കണം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപകരണങ്ങൾ അവർ തിട്ടപ്പെടുത്തി ഓരോന്നും വെട്ടി കളഞ്ഞ് തിരിച്ച് എടുത്തിട്ടുണ്ട് എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ഈ സ്ക്രൈബ് നേഴ്സ് എന്ന് പറഞ്ഞ വ്യക്തിക്കാണ്. എന്തായാലും ഇതെന്തൊക്കെയായാലും ഇത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്, അതിൻ്റെ തകരാറാണ്, ഇതിൻ്റെ തകരാറാണ് എന്നൊക്കെ മന്ത്രി പറഞ്ഞാലും അതിന്ന് ഈ സിസ്റ്റം എന്ന് പറയുന്ന ആരാണ്? സിസ്റ്റം എന്ന് പറയുന്നത് സർക്കാരാണ്, ആരോഗ്യവകുപ്പാണ്. ആരോഗ്യവകുപ്പിൻ്റെ മേധാവിയാണ് ആരോഗ്യമന്ത്രി. അവർ ഇന്ന് പറഞ്ഞു കേട്ടു കാലത്ത് പത്രപ്രവർത്തകർ, ഞാനല്ല സർജറി ചെയ്യുന്നതെന്ന്, എനിക്ക് സർജറി ചെയ്യുന്ന പണിയല്ലെന്ന്. സർജറി ചെയ്യുന്ന പണി അവരല്ലായിരിക്കാം, പക്ഷെ അതിൻ്റെ അന്തിമമായ ആത്യന്തികമായ ഉത്തരവാദിത്വം അവരാണ് എന്നുള്ള വസ്തുത അവർ മറന്നു പോകുന്നു. ഇല്ല, അവർ വെറുതെ മന്ത്രിയായതല്ലല്ലോ. ആരാണ് ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. എ റെസ്പോൺസിബിൾ പേഴ്സൺ വിൽ നോട്ട് മേക്ക് നോയ്സ് അബൌട്ട് what needs to be done. He or she will go on and gets it done. He makes things happen because he is able to stand up for what he believes in, regardless of whether or not the circumstances are convenient for him or her. ഇതാണ് ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ. അവർ തർക്കിക്കാനും നിൽക്കില്ല. അവർ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കും. അതാണ് വേണ്ടത്. ഒരു ചുമ്മാ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തി അങ്ങാട് വിട്ടുകളഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് പത്രപ്രവർത്തകർ വളരെ ചൂടായാണ് സംസാരിച്ചത്. പ്രത്യേകിച്ച് ഏഷ്യാനെറ്റിൻ്റെ ലേഖകനോട് അവർ ചോദിച്ചു, അവർ റിപ്പോർട്ട് ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഇവർ വന്നപ്പോൾ, ഇന്ന് ഏതൊരു സമ്മേളനത്തിൽ രാവിലെ വന്നിട്ടുണ്ട് തലസ്ഥാനത്ത്. ഇവർ വന്നപ്പോൾ ഇവരുടെ വീടിൻ്റെ പുറത്ത് പ്രതിപക്ഷക്കാരോ മറ്റോ റീത്ത് വെച്ചിരുന്നു ഇവരുടെ ഈ കഴിവ് കുറവിനെ പരിഹസിച്ചിട്ടെന്ന വണ്ണം. അതിൻ്റെ ചൂടിലാണോ എന്നറിയില്ല. പത്രപ്രവർത്തക ഏഷ്യാനെറ്റിൻ്റെ ലേഖകനോട് അവർ വളരെ ചൂടായി. ഞാൻ വന്നപ്പോഴല്ല കൂവിയത്, വേറെ ആരോ പ്രസംഗിച്ചതാണ്, ഞാൻ വന്നപ്പോഴാണ് കൂവിയതെന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂടായിട്ടൊന്നും കാര്യമില്ല. ഇത് ആദ്യത്തെ സംഭവമായിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കാമായിരുന്നു. ഈ 10 വർഷം ഇത് തന്നെയാണ്. ഇതിനു മുമ്പ് നടന്നിട്ടില്ലെന്നല്ല, ഇതിനു മുമ്പത്തെ സർക്കാരുകളൊക്കെ നടന്നപ്പോഴും ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചിലതൊക്കെ. പക്ഷെ ഇത് വ്യാപകമായിട്ട് ഇത്ര നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ തുടർച്ചയായി നമ്മൾ ഡോക്ടർ ഹാരിസിൻ്റെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു സർജറിക്ക് ചെയ്യുകയാണെങ്കിൽ സർജറിയുടെ ഉപകരണം കൊണ്ട് രോഗി വാങ്ങിച്ചുകൊണ്ട് ചെല്ലണം. വിസ്തരിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അതിലേക്ക് കടക്കേണ്ട കാര്യമില്ല. ചുമ്മാ സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. മന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഈ സിസ്റ്റം എന്ന് പറയുന്നതിന് നയിക്കുന്നത് അവരാണ്, ആരോഗ്യവകുപ്പാണ്. ആദ്യം അത് മനസ്സിലാക്കണം. അതാണ് റെസ്പോൺസിബിലിറ്റിയുടെ ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആരാണെന്നാണ് നാം ഇത്തിരി മുമ്പ് വിശദീകരിച്ചത്. അതവർ മനസ്സിൽ വെക്കുന്നത് നല്ലതാണ്.
ഈ ആലപ്പുഴയിലെ ഉഷ ജോസഫ് എന്ന് പറഞ്ഞ അവരുടെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ഗൈനക്കോളജി വിഭാഗം ഹെഡായിരുന്നത് HOD ആയിരുന്നത് ഡോക്ടർ ലളിതാംബികയാണ്. പക്ഷെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഷാഹിദയാണ്. ഈ ഷാഹിദയെ മറ്റൊരു ധന്യ എന്നോ പറയുന്ന മറ്റൊരു നഴ്സിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 5 വർഷം മുമ്പ് നടന്ന സംഭവത്തിനാണ്. പക്ഷെ ഡോക്ടർ ഈ ലളിതാംബിക ഡോക്ടർ ഒരു പടി കൂടി കടന്നു. അവർ നിങ്ങൾ കത്രിക എന്ന് പറയരുത്, കത്രിക അല്ല അത് ആർട്ടറി ഫോർസെപ്സ് ആണ്. പാവങ്ങൾക്കുണ്ടോ ആർട്ടറി ഫോർസെപ്സ്? നമുക്ക് കത്രിക എന്ന് കണ്ടാൽ തോന്നും. ഇത് സർജറി നടത്തുമ്പോൾ രക്തക്കൊഴലുകൾ ക്ലിപ്പിട്ട് വെക്കുന്ന പോലെ വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. അത് കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ സർജറി കഴിയുമ്പോൾ അത് തിരിച്ചെടുക്കുകയും വേണം. അതെല്ലാം തിരിച്ച് എടുത്ത് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ്. അപ്പം മറ്റൊരു കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ഈ ഉപകരണം, ഈ കത്രിക, ക്ഷമിക്കണം, കത്രിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനിയും ചൂടാവും. ആർട്ടറി ഫോർസെപ്സ് അത് 50 വർഷം ഇരുന്നാലും കുഴപ്പമില്ലെന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ സാധനം ഈ 5 വർഷം മുമ്പത്തെ സർജറി വെച്ചാൽ ഇതാണെന്ന് എന്താ തെളിവ് എന്ന് അവർ ചോദിക്കുന്നു. 20 വർഷം മുമ്പ് ഇവർക്ക് വേറൊരു സർജറി ചെയ്തിരുന്നാരോ, അന്ന് വെച്ചതായിക്കൂടെ? അതായത് വ്യംഗ്യമായി ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കാലത്ത് ഒരു ചെയ്ത സർജറിയിൽ ഉമ്മൻചാണ്ടി മരിച്ചുപോയി അങ്ങേരെ തലയിലോട്ട് വെക്കാൻ ശ്രമിക്കുകയാണ് ഇവർ, ഈ മന്ത്രിയും അതേപോലെ അവരെ ഉത്തരവാദിത്തമുള്ള ഈ ഡോക്ടർ ലളിതാംബികയും. ഇനി കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റ് നടത്തേണ്ടി വരുമോ എന്നുള്ള ഒരു ശങ്കയിലാണ് ആൾക്കാർ. കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റ് എന്താണെന്ന് അറിയാമല്ലോ. ഒരു വസ്തുവിൻ്റെ പഴക്കം നിശ്ചയിക്കുന്നതിനുള്ള ടെസ്റ്റാണ് കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റ്. എന്തായാലും ഇതിൽ നിന്നും ഈ ഡോക്ടർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഒരു സാഹചര്യവുമില്ല. പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് ഇവർ ചൂടായിൽ നിന്ന് യാതൊരു നീതീകരണവും ഇതിനില്ല എന്ന് പറയുന്നുണ്ട്. മറ്റൊരു വിചിത്രമായ കാര്യം, ഇന്നൊരു FIR ഇട്ടിട്ടുണ്ട്. ഈ FIR സംഭവം നടന്ന 2021 FIR കാണിച്ചിരിക്കുന്ന ഡേറ്റ് 2026 മെയ് 5 എന്നാണ്. അതായത് ഇനിയും 3-4 മാസമുണ്ട്. ഇന്ന് ഫെബ്രുവരി 21 ആയിട്ടുള്ളൂ. അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന എന്ത് വരാൻ പോണം? ഇത് മനഃപൂർവ്വം പോലീസിന് പറ്റിയൊരു വീഴ്ചയാണ്, തെറ്റാണെന്നൊന്നും ആരും കരുതുന്നില്ല. മനഃപൂർവ്വം ഇട്ട് തന്നെയാണ്. കാരണം കോടതിയിൽ വരുമ്പോൾ ഇവരുടെ ഈ ബന്ധപ്പെട്ട ആൾക്കാർ, ഇവരുടെ വേണ്ടപ്പെട്ടവരാണല്ലോ ഇതൊക്കെ, അവരൊക്കെ രക്ഷപ്പെടണം. എന്നിട്ട് മനഃപൂർവ്വം വരാൻ പോകുന്ന ഒരു ഡേറ്റ് ഇട്ടിരിക്കുകയാണ് ഇന്നത്തെ FIR. അത് ഒക്കെ തികച്ചും മോശപ്പെട്ട ഒരു സംഭവമാണ് എന്ന് നമുക്ക് പറയാതെ വയ്യ. എപ്പോഴും സിസ്റ്റം എന്ന് പറയുന്ന ഈ വീണ ജോർജിനെ സിസ്റ്റം വീണ എന്ന് ചില എതിരാളികൾ വിളിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നെ കത്രിക വീണ എന്ന് വേണമെങ്കിൽ വിളിക്കാം. രുദ്രവീണ എന്നൊരു വീണയുണ്ടല്ലോ, മോഹന വീണ എന്നൊരു വീണയുണ്ടല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഇവരെ ഒരു കത്രിക വീണ എന്ന് വിളിച്ചുകൂടാ? ക്ഷമിക്കണം, കത്രിക എന്ന് പറയുന്നാൽ പിന്നെ ആ ഡോക്ടർക്ക് ചൂടാവും, ആർട്ടറി ഫോർസെപ്സ്. പക്ഷെ നമുക്ക് ഒരു ഉപദേശം കൊടുക്കാനുള്ള എന്താന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല. ഓപ്പറേഷൻ പോവുകയാണെങ്കിൽ അതിനു മുമ്പൊരു രഹസ്യമായൊരു CT സ്കാൻ എടുക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം സർജറി കഴിഞ്ഞ് വരുമ്പോഴും നാം ഒരു CT സ്കാൻ എടുത്തു നോക്കിയാൽ, ഇലക്ഷൻ കാലമല്ലേ, ഫ്രീബീസ് അതായത് സമ്മാനങ്ങൾ സർക്കാർ വയറ്റിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും നല്ല കാര്യമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതെന്തൊക്കെയായാലും ഈ ആരോഗ്യമന്ത്രിയെ എത്ര കുറ്റം പറഞ്ഞാലും 2 വ്യക്തികൾ ഇവർ തന്നെ ഇനിയും അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് കോട്ടയത്ത് ഉലഹന്നാൻ, അദ്ദേഹം ഒരു വ്യാപാരിയാണ്. രണ്ടാമത് ആലപ്പുഴയിലെ രവീന്ദ്രൻ, അദ്ദേഹം ഒരു വ്യാപാരിയാണ്. ആദ്യത്തെ ആൾ ശവപ്പെട്ടി കച്ചവടമാണ് ചെയ്യുന്നത്. കോട്ടയത്ത് രണ്ടാമത്തെ ആൾ പൂമാലയുടെ കച്ചവടമായി ആണ് ചെയ്യുന്നത്. ആദ്യത്തെ ആളുടെ ഉൽപ്പന്നത്തിന്, അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് മരിച്ച ആൾക്കാർക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, രണ്ടാമത്തെ ആലപ്പുഴക്കാരൻ്റെ ഉൽപ്പന്നം മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവർ പറയുന്ന ഇവരുടെ ബിസിനസ് നല്ല കൊഴുത്തു വരുന്നുണ്ട്. ഈ മന്ത്രി തുടർന്നിങ്ങനെ ഭരിക്കുകയാണെങ്കിൽ ചാകരയാണ് എന്നാണ്. അടുത്ത സർക്കാരിലും ഇവർ തന്നെ മന്ത്രിയായാൽ ഇത് വളരെ നല്ല കാര്യമായിരിക്കുമെന്ന് അവർ പറയുന്നു. നമുക്ക് അവരുടെ വാക്കുകൾ വിശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ. എന്തായാലും ഈ കത്രിയുടെ കാര്യം, ക്ഷമിക്കണം, ആർട്ടറി ഫോർസെപ്സിൻ്റെ കാര്യം വളരെ സങ്കീർണമാണ്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ തെറ്റിപ്പറഞ്ഞ് ഇത് ക്ഷമിക്കണം. നമ്മൾ സാധാരണക്കാരാണ്. ആടിനെന്തറിയാം അങ്ങാടി വാണിഭം എന്ന് ഓർത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി താമസിയാതെ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.